പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പുതിയ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കിങ്ഡം മൊണീറയെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ? അപ്പൊ കിങ്ഡം മൊണീറയിൽ ഏതൊക്കെയായിരുന്നു വന്നത്? അതിൽ മേജറായിട്ട് നമ്മൾ പഠിച്ചത് ആർക്കെ ബാക്ടീരിയ പഠിച്ചു, യു ബാക്ടീരിയ പഠിച്ചു ഇല്ലേ? ഓർക്കണില്ലേ ഏതൊക്കെയാന്ന്? അതായത് പിന്നെ ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ, റിപ്രൊഡക്ഷൻ, ഹാംഫുൾ ഇഫക്ട്സ്, അതേപോലെ തന്നെ യൂസ്ഫുൾ ഇഫക്ട്സ് ഓഫ് ബാക്ടീരിയ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ സയാനോ ബാക്ടീരിയനെ ആ ഒരു ഗ്രൂപ്പും കൂടി പഠിച്ചിരുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പാണ് ഏത്? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പൊ ഈ മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം എന്നുള്ള പേരിലാണ് ഏതറിയപ്പെടുന്നത്? മൈക്കോപ്ലാസ്മ അറിയപ്പെടുന്നത്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മൈക്കോപ്ലാസ്മയിൽ വരുന്നതെന്ന്. ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ. അതായത് ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെൽസ് ആണ് ഏത് പേരില? എന്താണ്? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വോൾ. അതിനൊരു സെൽ വോള് ഇല്ല. അതേസമയം അതൊരു ലിവിങ് ഗ്രൂപ്പാണ്, യൂണിസെല്ലുലാർ ആണ്. പക്ഷെ ഒരു സെൽ വോൾ എന്ന് പറയുന്നത് ഏതിന് നമുക്ക് കാണാൻ പറ്റില്ല? ഈ മൈക്കോപ്ലാസ്മയിൽ കാണാനായിട്ട് സാധിക്കില്ല. ലാക്ക് സെൽ വോൾ. നെക്സ്റ്റ് എന്താ പറഞ്ഞ? ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അതായത് ഓക്സിജൻ ഇല്ലെങ്കിലും ആർക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ മൈക്കോപ്ലാസ്മയ്ക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഓക്സിജൻ ഇല്ലെങ്കിൽ അവർ അനറോബിക് ആണ്. അതായത് എറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മാത്രം ജീവിക്കാൻ പറ്റുന്നതാണ്. ഇവര് അനറോബിക് ആണ്. അനറോബിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ ഇല്ലാതെയും ആർക്ക് ജീവിക്കാൻ സാധിക്കും? മൈക്കോപ്ലാസ്മയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയണം ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് പാത്തോജീനിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നാണ് പറയുന്നത്. പ്ലാന്റ്സിലും അനിമൽസിലും അസുഖങ്ങൾ ആരുണ്ടാക്കും? മൈക്കോപ്ലാസ്മ ഉണ്ടാക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഏതിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്? മൈക്കോപ്ലാസ്മയുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ. ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെൽ ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. അപ്പൊ സാധാരണ നമ്മളുടെ GK ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാൻ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ, ഏതാ നമുക്ക് എഴുതാൻ പറ്റുക? മൈക്കോപ്ലാസ്മ ഈസ് ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ. പിന്നെ എന്താ അവരുടെ പ്രത്യേകത? ദേ ലാക്ക് സെൽ വോൾ. സെൽ വോൾ ഇല്ല. പിന്നെന്താ? ദേ ക്യാൻ ലിവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജന്റെ അഭാവത്തിലും അവയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ ദേ ആർ പാത്തോജീനിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ മൈക്കോപ്ലാസ്മയെ കുറിച്ച് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇനി നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ കിങ്ഡായ കിങ്ഡം പ്രോട്ടിസ്റ്റനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോണത്. ഏതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോണത്? കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പൊ ഏതൊക്കെയായിരുന്നു 5 കിങ്ഡംസ്? ഓർക്കണ്ടോ? ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. ഇതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള 5 കിങ്ഡംസ്. അതിൽ നമ്മൾ രണ്ടാമത്തെ കിങ്ഡായ കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് ഇന്ന് പഠിക്കാൻ പോണത്. അപ്പൊ നമുക്ക് ജനറൽ ക്യാരക്ടേഴ്സ് നിങ്ങൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതിന്റെ എന്താണ് അയാള് ഉപയോഗിച്ച ക്രൈറ്റീരിയ എന്നൊക്കെ നമ്മൾ അവിടെ കണ്ടിരുന്നു. അപ്പൊ ആ ക്രൈറ്റീരിയയുടെ ബേസിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുവിധം നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് എന്ന്. അതായത് ഓൾ ആർ യൂണിസെല്ലുലാർ. എല്ലാവരും എന്താണ്? സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ആൻഡ് യൂകാരിയോട്ടിക്. യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞാല്? അതായത് അതിനൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്? യൂകാരിയോട്സ് എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ എല്ലാ കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ള എല്ലാ ഓർഗാനിസവും എന്താണ്? യൂണിസെല്ലുലാറും യൂകാരിയോട്ടിക്കും ആണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. 2 കിങ്ഡത്തിൽ മാത്രമാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം വരുന്നത്. ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊണീറയിലും കിങ്ഡം പ്രോട്ടിസ്റ്റയിലും. ഇനി കിങ്ഡം മൊണീറയിലാണെങ്കിൽ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. അതേസമയം കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുമ്പോൾ എന്താ വരുന്നത്? യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം. അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ബിലോങ്സ് ടു ദ കിങ്ഡം പ്രോട്ടിസ്റ്റ. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു പോയിന്റ് നന്നായിട്ട് ഓർത്തു വെക്കുക.
ഇനി അക്വാട്ടിക് ആണ്, അതായത് എല്ലാം എവിടെ കാണുന്നത്, വെള്ളത്തിലാണ് കാണുന്നത്. അതായത് മറൈൻ ഫോംസ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഏത് കാണുന്നത്, കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ള ഓർഗാനിസം കാണുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് യൂക്കരിയോട്ടിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് യൂക്കരിയോട്ടിക് ഗ്രൂപ്പുമായിട്ട് ഒരു ലിങ്ക് ആർക്ക് കാണാൻ സാധിക്കും, ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സിന് കാണാൻ പറ്റും. ഫോംസ് എ ലിങ്ക് വിത്ത് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഫംഗൈ. അതായത് ഏതൊക്കെയാണ് ഒരു ലിങ്ക് ആയിട്ട്, അതായത് പ്ലാന്റ്സും ആയിട്ട് കുറച്ച് ബന്ധമുണ്ട്, അനിമൽസും ആയിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫംഗസും ആയിട്ട് ആർക്ക് കാണാൻ പറ്റും, ഈ പ്രോട്ടിസ്റ്റയ്ക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ദേ പോസസ് ഫ്ലജല്ല ഓർ സീലിയ. അപ്പൊ ഇതൊരു അക്വാട്ടിക് ഓർഗാനിസം ആണ്. അക്വാട്ടിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ് കാണുന്നത്. അപ്പൊ ഈ വെള്ളത്തിൽ കാണുമ്പോൾ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ് വേണം. ഇപ്പൊ നമ്മൾ കരയിൽ നടക്കണു അല്ലെ, നടക്കാനായിട്ട് നമുക്ക് നമ്മുടെ കാലുണ്ട്. അതേപോലെ ഈ ജീവികൾക്ക് വെള്ളത്തിൽ ജീവിക്കാനായിട്ട് അവയ്ക്ക് മൂവ് ചെയ്യാനായിട്ട്, ഇത് എന്താണ്, ജീവികളാണ്. അപ്പൊ അതുകൊണ്ട് അവയ്ക്ക് അവിടേക്ക് ഇവിടേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അതിന് മൂവ് ചെയ്യാനായിട്ട് അവയെ സഹായിക്കുന്നതാണ് ഏത്, ഫ്ലജല്ല, സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. അപ്പൊ ഫ്ലജല്ല, സീലിയ എന്നൊക്കെ പറയുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ്. ഇപ്പൊ നമ്മള് ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള രണ്ട് ഇത്, അപ്പൊ അതുകൊണ്ട് അതിന് തുഴഞ്ഞു പോകാനായിട്ട് പറ്റും. ഇനി സീലിയ എന്ന് പറഞ്ഞാല് ബോഡിയുടെ എല്ലാ പാർട്സിലും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അതായത് ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മള് സീലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സ് അതിന് വെള്ളത്തില് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഏതൊക്കെയായിരുന്നു, ഫ്ലജല്ല, സീലിയ. അപ്പം പ്രോട്ടിസ്റ്റയുടെ ഒരു പ്രത്യേകതയാണ് അതിലെന്ത് കാണാൻ പറ്റും, ഫ്ലജല്ലേറ്റഡ് ഓർ സീലിയേറ്റഡ് ഓർഗാനിസം ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കും. ഇനി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും കാണാൻ പറ്റും, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും കാണാനായിട്ട് സാധിക്കും. ഇനി റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫോം ചെയ്യാം, അതായത് സെക്ഷൽ റിപ്രൊഡക്ഷനും കാണാം, അതേപോലെ തന്നെ സെക്ഷൽ റിപ്രൊഡക്ഷനും ഈ ഗ്രൂപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ പിന്നെയും സബ് ഡിവിഷൻസ് ഉണ്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയില്. ഇപ്പൊ നമ്മൾ മൊണീറയിൽ കുറച്ച് സബ് ഡിവിഷൻസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞ സബ് ഡിവിഷൻസ് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും കിങ്ഡം പ്രോട്ടിസ്റ്റയിലുണ്ട്. അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ളതാണ് ഏതൊക്കെ, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇത്രയാണ് ഇതിൽ വരുന്നത്, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഗ്രൂപ്പുകൾ. അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻ. ഇതൊക്കെയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. യൂണിസെല്ലുലാർ, യൂകരിയോട്ടിക് ആണ്, അക്വാട്ടിക് ആണ്, പിന്നെ ഫോംസ് എ ലിങ്ക് വിത്ത് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഫംഗൈ, possess flagella or cilia. പിന്നെ ന്യൂട്രീഷൻ മേ ബി ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് റിപ്രൊഡക്ഷനും, അസെക്ഷൽ ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. പിന്നെ അതില് ഗ്രൂപ്പ്സ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻ. നമുക്ക് പ്രോട്ടിസ്റ്റയിലെ ഫസ്റ്റ് ഗ്രൂപ്പായ ക്രൈസോഫൈറ്റ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പാണ് ഏതോ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രൈസോഫൈറ്റ്സില് ഇൻക്ലൂഡ്സ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ, ഡെസ്മൈഡ്സ്. ഏതൊക്കെ എന്തെങ്കിലും ഒന്നോ രണ്ടോ എണ്ണത്തിന്റെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അതില് രണ്ട് ഓർഗാനിസം ആണ് ഏതൊക്കെ, ഒന്ന് ഡയാറ്റംസ്, മറ്റേത് ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗെ എന്ന് പറഞ്ഞാൽ ഡെസ്മൈഡ്സ്, ഗോൾഡൻ ആൽഗെ നമ്മൾ പറയുന്ന പേര്, ഡെസ്മൈഡ്സ് ആണ് ഈ ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഡയാറ്റംസും ഡെസ്മൈഡ്സും ആണ് ഏതിൽ വരുന്നത്, ക്രൈസോഫൈറ്റ്സിൽ വരുന്ന രണ്ട് ഓർഗാനിസം. ഇനി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഫോംസ്. ചിലതാണെങ്കിൽ ഫ്രഷ് വാട്ടർ ഫോംസ് ആണ്. അപ്പൊ എന്താണ് ഫ്രഷ് വാട്ടർ ഫോംസ് എന്ന് പറഞ്ഞാല് ശുദ്ധജലത്തിൽ കാണും അല്ലെ. അതായത് ശുദ്ധജലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറ്റുക, കിണർ പറ്റും, അതേപോലെ തന്നെ കുളം, അങ്ങനെയുള്ള പിന്നെ എന്താ പറയാ ലേക്ക്, ഇതൊക്കെ എന്താണ് ഫ്രഷ് വാട്ടർ ബോഡീസ് ആണ്. അപ്പൊ ഈ ഫ്രഷ് വാട്ടർ ഫോംസും കാണാം. ചിലതാണെങ്കിൽ മറൈൻ ഫോംസ്. മറൈൻ ഫോംസ് എന്ന് പറഞ്ഞാലോ അതായത് കടൽ വെള്ളത്തില് കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിനെ കാണാൻ പറ്റുന്നത്, ക്രൈസോഫൈറ്റ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഫോംസ് ആണ്, ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഫോംസ്. പിന്നെ മോസ്റ്റ്ലി പ്ലാങ്ക്ടോണിക്, പാസീവ് സ്വിമ്മർ. അതായത് മോസ്റ്റ്ലി പ്ലാങ്ക്ടോണിക് വന്നാൽ ഇപ്പൊ ഈ വെള്ളത്തിന് വാട്ടറിന് ഒരു വാട്ടർ കറൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഇതേപോലെ ഇങ്ങനെ കുറെ എണ്ണം കാണും.
അപ്പൊ ഈ ഓളത്തിനനുസരിച്ച് ഇവരിപ്പോ ഇങ്ങോട്ടാണെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനെ പാസീവ് സ്വിമ്മർ, മോസ്റ്റ്ലി പ്ലാങ്ക്ടോണിക് നമ്മൾ പറയുന്നത്, അതിന്റെ ഒരു ക്യാരക്ടർ. പിന്നെ എന്താന്ന് വെച്ചാൽ ഫോട്ടോസിന്തറ്റിക് ആണ്. എല്ലാതും എന്താണ്? ഫോട്ടോസിന്തറ്റിക് ഓർഗനിസം ആണ്. അതായത് ഫോട്ടോസിന്തസിസ് വഴിയായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗനിസം ആണ് ഏതിൽ വരുന്നത്? ക്രൈസോഫൈറ്റ്സിൽ വരുന്നത്. അപ്പൊ ക്രൈസോഫൈറ്റ്സിലെ ഡയാറ്റംസ്, ഗോൾഡൻ ആൽഗെ, പേരുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയായിരുന്നു? ഡയാറ്റംസ്, ഗോൾഡൻ ആൽഗെ. പിന്നെ ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഫോംസ്, മോസ്റ്റ്ലി പ്ലാങ്ക്ടോണിക്, പാസീവ് സ്വിമ്മർ, ഫോട്ടോസിന്തറ്റിക്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോട്ടോസിന്തറ്റിക് ആണെന്ന് ഓർക്കുക. പിന്നെ അവയുടെ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഡയാറ്റംസ്, ഗോൾഡൻ ആൽഗെ. ഇനി അതിലെ ഫസ്റ്റ് ആണ് നമ്മൾ ഡയാറ്റംസിനെ പറ്റിയിട്ടാണ് ഒന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോണത്. അപ്പൊ ഡയാറ്റംസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. അതായത് ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അല്ല, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഓക്സിജന്റെ ലാർജർ എമൗണ്ടും ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഡയാറ്റംസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയാറ്റംസിന് ഏത് പേരിലാണ്? ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അവയുടെ പ്രത്യേകത, സെൽ വോളിന്റെ പ്രത്യേകത. ദ സെൽ വോൾ ഫോംസ് two thin overlapping shells which fit together as in a soap box. അതായത് ഒരു സോപ്പ് ബോക്സിൽ നിങ്ങൾക്കറിയാം, ഇതിപ്പോ താഴെയുള്ള ഭാഗം സോപ്പ് ബോക്സിന്റെ, ഇത് മുകളിലുള്ള അതിന്റെ മൂടി. അപ്പൊ ഇത് എങ്ങനെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതേപോലെയാണ് ഇത് ഓവർലാപ്പ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ. അങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഷെൽസ് ഒരു സോപ്പ് ബോക്സ് പോലെയാണ് നമുക്ക് ഏതിനെ കാണാൻ പറ്റുണ്ടാവുക? ഡയാറ്റംസിനെ കാണാനായിട്ട് സാധിക്കുക. ഇപ്പൊ നോക്കിയോക്കെ, ഇതൊരു സോപ്പ് പെട്ടി അല്ലെ. അപ്പൊ ഈ സോപ്പ് പെട്ടിയിൽ കണ്ട മുകളിലുള്ള ഭാഗം, താഴെയുള്ള ഭാഗം, ഇത് ഇതിനെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പർ പാർട്ട് ലോവർ പാർട്ടിന് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലാണെങ്കിൽ ഇതിങ്ങനെ വിട്ടുപോയൊന്നുമില്ല, അതിന്റെ ഇടയിൽ ഒരു ചെറിയ കണക്ഷൻ കാണും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുക? ഡയാറ്റംസിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഡയാറ്റംസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? അതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെല്ല് എങ്ങനെയാ കാണുന്നത്? ലൈക്ക് എ സോപ്പ് ബോക്സ് അല്ലെ. അതായത് വൺ സെൽ ഓവർലാപ്സ് ദി അതർ. അതായത് ഈ ഒരു സെല്ല് തന്നെയാണ്, എന്നാലും കൂടി അത് ഓവർലാപ്പ് ചെയ്തിട്ട് രണ്ട് പാർട്ടായിട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഗ്രൂപ്പിൽ കാണാനായിട്ട് പറ്റുന്നത്, ഡയാറ്റംസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവയുടെ സെൽ വോളിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സെൽ വോൾ കണ്ടെയ്ൻ സിലിക്ക. സെൽ വോളിൽ ഏത് മെറ്റീരിയൽ ആണുള്ളത്? സിലിക്കയാണ്. ആൻഡ് ഹെൻസ് ഇൻഡിസ്ട്രക്റ്റബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ സിലിക്കൽ ഡെപ്പോസിറ്റ്സ് ആയതുകൊണ്ട് ഈ സെൽ വോളിന്റെ മുകളിലായിട്ട് നമ്മൾ സിലിക്കയുടെ ഡെപ്പോസിഷൻ കാണും. അങ്ങനെ സിലിക്കയുടെ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കാന്ന് വെച്ചാല് ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണല്ലോ. അപ്പൊ ഈ സിലിക്കൽ ഡെപ്പോസിറ്റ്സ് ഉള്ളത് കൊണ്ട് ഈ ഭാഗത്ത് മുഴുവനായിട്ട് ഇങ്ങനെ സിലിക്കയുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഉള്ളിലുള്ള ജീവികൾക്ക് നാശമൊന്നും സംഭവിക്കില്ല, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. Diatoms have left behind large amount of cell wall deposits in their habitat. ഇനിയിപ്പോ ഇത് ചത്തു കഴിഞ്ഞാലും ഡയാറ്റംസ്, യൂണിസെല്ലുലാർ ഓർഗാനിസം, അവയുടെ മരണശേഷം ആണെങ്കിലും എന്ത് കാണാൻ പറ്റും? ഈ സിലിക്കയ്ക്ക് നാശമൊന്നും സംഭവിക്കില്ല. അപ്പൊ യൂണിസെല്ലുലാർ ആണ്, ഇവിടെ കുറെ സിലിക്കൽ ഡെപ്പോസിറ്റ്സ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഒപ്പം എവിടെയാണ്? ഓഷ്യനിലാണ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇതാവുമ്പോൾ ആ ഭാഗം എന്തായിട്ട് കാണും? കുറച്ച് ഗ്രാനുലാർ ആയിരിക്കും. അതായത് പൊടി പോലെയുള്ള ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഭാഗത്തിന് പറയുന്ന പേരാണ്. അപ്പൊ അവയുടെ ഹാബിറ്ററ്റ്, ഇപ്പൊ ഈ ഒരു ഏരിയയിലാണ് അവർ കാണുന്നതെങ്കിൽ ഈ ഏരിയ മുഴുവനായിട്ട് എന്ത് കാണാൻ പറ്റും? ഇതേപോലെയുള്ള സിലിക്കൽ ഡെപ്പോസിറ്റ്സ് കാണാൻ പറ്റും. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാല്? ഡയാറ്റംസ് ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ വോൾ ഡെപ്പോസിറ്റ്സ് ഇൻ ദയർ ഹാബിറ്ററ്റ്. ഡയാറ്റംസ് എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് ബിഹൈൻഡ്, അവിടെ ഉപേക്ഷിക്കുകയാണ്. എന്താ? ലാർജ് എമൗണ്ട് ഓഫ് സെൽ വോൾ ഡെപ്പോസിറ്റ്സ് ഇൻ ദയർ ഹാബിറ്ററ്റ്. അവയുടെ ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് നമ്മൾ അതിന്റെ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ദ പ്ലേസ് വേർ ആൻ ഓർഗാനിസം ലിവ്സ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്ററ്റ്. അപ്പൊ എവിടെയാണോ അത് താമസിക്കുന്നത് ആ ഭാഗത്ത് എന്ത് കാണാം? ലാർജ് സെൽ വോൾ ഡെപ്പോസിറ്റ്സ് കാണാനായിട്ട് പറ്റും.
ദിസ് ഈസ് നോൺ ആസ് ഡയറ്റമേഷ്യസ് എർത്ത്. അതിന് പറയുന്ന പേരാണ് എന്ത്? ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഇനി ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാനുലാർ ആണ്, ഒരു പൊടി പോലെ ആയിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, പോളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്, ഓയിലും സിറപ്പും ഒക്കെ ഫിൽട്ടർ ചെയ്യാനായിട്ട് നമ്മൾ ഏതിനെ യൂസ് ചെയ്യാറുണ്ട്? ഡയറ്റമേഷ്യസ് എർത്തിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ പോളിഷിങ്ങിനും ഫിൽട്രേഷനും ആണ് ഏതിനെ യൂസ് ചെയ്യുന്നത്? ഡയറ്റമേഷ്യസ് എർത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡയാറ്റംസിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? അതായത് സെൽ വോള് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് അതിന്റെ ബോഡി എങ്ങനെയാണ്? ഒരു സോപ്പ് ബോക്സ് പോലെ ആയിട്ടാണ് കാണുന്നത്. പിന്നെ എല്ലാം മറൈൻ ഫോംസ് ആണ്. പിന്നെ സെൽ വോൾ മെറ്റീരിയൽ സിലിക്കയാണ്, സിലിക്കയാണ് സെൽ വോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ ഡെപ്പോസിറ്റ്സ് ഓഫ് സിലിക്കൽ സെൽ വോൾസ് ഇൻ ദെയർ ഹാബിറ്ററ്റ് ഈസ് യൂഷ്വലി നോൺ ആസ് ഡയറ്റമേഷ്യസ് എർത്ത്. അത് ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ എന്താ പറയാ, അതിന്റെ എന്തിനൊക്കെയാണ് യൂസസ് ഉപയോഗിക്കുന്നത്? ഏതിനൊക്കെയായിരുന്നു? ഫോർ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതൊക്കെയാണ് നോക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് മൊണീറ ആർ ഗിവൺ ബിലോ. അതായത് കിങ്ഡം മൊണീറയിലുള്ള ഒരു ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ നോക്കാം. ഓർഗാനിസംസ് ലാക്ക് സെൽ വോൾ, സെൽ വോൾ ഇല്ല. ലിവ് വിത്തൗട്ട് ഓക്സിജൻ, അനറോബിക് ആണ്. സ്മോളസ്റ്റ് ലിവിംഗ് സെൽ ആണ്. ആൻഡ് കോസസ് ഡിസീസസ്, അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഐഡന്റിഫൈ ദ ഓർഗാനിസം ബൈ അനലൈസിംഗ് ദ അബവ് ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഏതിലാണ് നമ്മൾ പഠിച്ചത്? മൈക്കോപ്ലാസ്മയിൽ. ഓർക്കണില്ലേ? ഏതിലായിരുന്നു? മൈക്കോപ്ലാസ്മയിൽ. അപ്പൊ ഏതായിരുന്നു ഓർഗാനിസം എന്ന് പറഞ്ഞാല്? മൈക്കോപ്ലാസ്മയാണ് ഓർഗാനിസം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് കിങ്ഡം യൂണിസെല്ലുലാർ യൂകാരിയോട്സ് പ്രസന്റ്? ഏത് കിങ്ഡത്തിലാണ് യൂണിസെല്ലുലാർ യൂകാരിയോട്സിനെ കാണുന്നത്? ഏതായിരുന്നു? കിങ്ഡം പ്രോട്ടിസ്റ്റ. ഏതായിരുന്നു? കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് സെൽ വോൾസ് ഓഫ് ഡയാറ്റംസ്? അതായത് ഡയാറ്റംസിന്റെ സെൽ വോളിന്റെ പ്രത്യേകതയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറയണത്? സെൽ വോൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക, സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സെൽ വോളിന്റെ പ്രത്യേകത എന്തായിരുന്നു? 2 ഓവർലാപ്പിംഗ് തിൻ ഷീറ്റ്സ് ആണ്, അല്ലെ? 2 ഓവർലാപ്പിംഗ് തിൻ ഷീറ്റ്സ് ആണ് ഏതിൽ കാണാൻ പറ്റുന്നത്? നമുക്ക് ഡയാറ്റംസിൽ കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് ബോക്സ് പോലെയുള്ള 2 തിൻ ഓവർലാപ്പിംഗ് ഷീറ്റ്സ് ആണ് ഡയാറ്റംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അത് ക്ലിയർ ആയില്ല എല്ലാവർക്കും? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് സെൽ വോൾസ് ഓഫ് ഡയാറ്റംസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, diatoms, the chief producers in the oceans, are useful to us even after death. Evaluate the statement. അതായത് നമ്മൾ പറയുന്നത് ഡയാറ്റംസ് എന്ന് പറഞ്ഞാല് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്നാലും എന്താണ്? they are useful to us even after death. ഡെത്തിന് ശേഷവും അവ നമുക്ക് യൂസ്ഫുൾ ആണ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? ഡയറ്റമേഷ്യസ് എർത്ത് ആണ് നമുക്ക് അതില് എഴുതേണ്ടത്. അതായത് ഈവൺ ആഫ്റ്റർ ഡെത്ത് they left behind their cell walls and that is usually known by the name diatomaceous earth. It is used in polishing and filtration of oils and syrups. ആ പോയിന്റുകൾ ഓർക്കണില്ലേ? അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കാണാം.